Hi friends, welcome back to Excel. ഇന്ന് ഫോമാറ്റിംഗ് എ വർക്ക്ഷീറ്റ് എന്ന ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഞാൻ Nutrition.xls എന്ന ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തു ആൻഡ് എൻ്റെ വർക്ക് സ്പേസിലേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എ എന്ന എൻറ്റയർ കോളം ഫിൽഡ് വിത്ത് യെല്ലോ കളർ, റൈറ്റ്? സോ സച്ച് ഡീഫോൾട്ട് സ്റ്റൈൽസ് എല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിബൺ ഏരിയയിൽ ഒരു എഡിറ്റിംഗ് സെക്ഷൻ ഉണ്ട്. എഡിറ്റിംഗ് സെക്ഷനിൽ ക്ലിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ സം ഡ്രോപ്പ് ഡൗൺസ് കാണാൻ സാധിക്കും. ക്ലിയർ ഓൾ, ക്ലിയർ ഫോമാറ്റ്, ക്ലിയർ കണ്ടൻറ്റ്സ്, ക്ലിയർ കമാൻഡ്സ്, ക്ലിയർ ഹൈപ്പർ ലിങ്ക്സ്. സോ അത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ ഒരു ഫോർമാറ്റ് ക്ലിയർ ചെയ്യേണ്ടത് എൻറ്റയർ ഷീറ്റിലേക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഷീറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഞാൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+A പ്രസ് ചെയ്തു. സോ എൻറ്റയർ ഷീറ്റ് ഓർ ദ ടാബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എഡിറ്റിംഗ് സെക്ഷനിലുള്ള ക്ലിയർ എന്ന ഓപ്ഷനിലുള്ള ക്ലിയർ ഫോമാറ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്തു. സോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു യെല്ലോ കളറെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഡിഫോൾട്ടായിട്ട് നമ്മളുടെ ഒരു വർക്ക് സ്പേസിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഫുഡ് ടൈപ്പ് എന്ന കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സം ടെക്സ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് ഇൻസൈഡ് ഓഫ് ദ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അതായത് ഈ രണ്ട് കോളത്തിൻ്റെയും സെൻറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. സോ ഫോമാറ്റിംഗ് എ വർക്ക്ഷീറ്റ് എന്നതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോമാറ്റിംഗ് എ വർക്ക്ഷീറ്റ്.